സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എൻ്റെ കാതുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രം ഇന്ന് എൻ്റെ നാവിലൂടെ സ്വരമായി കടന്നു വരികയും അത് കേൾക്കുന്ന ആളുകൾക്ക് അനുഗ്രഹവും അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ആമേൻ. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ധ്യാനിക്കാം. രണ്ടിലും പറയുന്നത് ഒരേ സംഭവമാണ്, പക്ഷെ രണ്ട് ആംഗിളിൽ പറയുന്നത് മാത്രം. അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങളിലൂടെ കടന്നു പോകാം. ലൂക്ക സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവനോട് കൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. 14-ാമത്തെ അധ്യായത്തിൽ യേശു നടത്തുന്ന പ്രബോധനങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഈ സദ്യയൊക്കെ നടക്കുമ്പോൾ വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ പറയുന്ന സമയത്ത് 14-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത്, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിരുന്ന് സൽക്കാരം നടക്കുന്ന സമയത്ത് ആരെയാണ് വിളിക്കേണ്ടതെന്ന് പറയുകയാണ്. നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പ്രതിഫലം കിട്ടുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടില്ല എന്നൊരു പ്രബോധനം യേശു കൊടുക്കുകയാണ്. അതോടൊപ്പം പറഞ്ഞു, എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. ഒരു സദ്യ നടത്തുമ്പോൾ ആരെയാണ് ക്ഷണിക്കപ്പെടേണ്ടത് എന്ന് പറയുകയാണ്. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കലൊന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. സദ്യ നടത്തുകയോ വിരുന്ന് നടത്തുകയോ ചെയ്യുന്ന സമയത്ത് ധനികരായ അയൽപ്പക്കക്കാരെ, ഇപ്പോൾ പലരും ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ധനികരായിട്ടുള്ള ആളുകൾ, പ്രശസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ചെറിയ പരിചയങ്ങളുണ്ടെങ്കിലും അവരെയൊക്കെ ക്ഷണിക്കും. പക്ഷെ അങ്ങനെയുള്ള ക്ഷണിക്കേണ്ട എന്നാണ് ബൈബിൾ പറയുന്ന ഒരു ഉപദേശം. പകരം പറയുന്നു, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. തൃശ്ശൂരിലെ ടൗൺ റൗണ്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു സഹോദരൻ ഒരു സ്കൂട്ടറിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 പേരുണ്ട്. അവർ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ വന്ന് അവരെ വാഹനം നിർത്തുന്നു. ആ നിർത്തുന്ന വഴിക്ക് തന്നെ എവിടെ നിന്നും അറിയുന്നില്ല കുറേ ആളുകൾ ഇവരുടെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ സ്കൂട്ടറിലിരുന്ന വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ പേര് മാത്യൂസ് എന്നാണ്, ഉല്ലൂർ സ്വദേശിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ഈ ശാരീരികമായ രോഗപീഠകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് താമസിക്കാൻ ഒരു ഭവനവും അവരെ പരിചരിക്കുന്ന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. തൃശ്ശൂർ ടൗണിൽ പ്രത്യേക ഒരു സ്ഥലത്ത് വാഹനം നിർത്തുന്നു. ആ കടന്നു വരുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്തു. ഞായറാഴ്ച ദിവസങ്ങളിലും ബന്ദ് ദിവസത്തിലുമൊക്കെ ഇതേ കാഴ്ച പലപ്പോഴും തൃശ്ശൂർ പരിസരത്ത് കാണാറുണ്ട്. ചില ആളുകൾ സ്വന്തം വീട്ടിൽ നിന്ന് കാറിലൊക്കെ കടന്നു വരുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരുന്നു. അവരുടെ ഒരു ലിമിറ്റ് അനുസരിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. അത് പ്രത്യേക സ്ഥലത്ത് വാഹനം നിർത്തുന്നു, അവിടെയുള്ള ആളുകൾ വരുന്നു, അവർക്കത് വിതരണം ചെയ്യും. അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന സമയത്ത് പലരും ഇപ്പോൾ കാണാറുണ്ട്. ഇവിടെ കുറ്റിക്കലച്ചൻ്റെ ആശ്രമം ചെന്നായിപ്പാറയിലുണ്ട്.
വിവാഹം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആശ്രമത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ഭക്ഷണം തയ്യാറാക്കാനുള്ള പണം കൊടുക്കുന്നു. പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു സംസ്കാരം ഇപ്പോൾ പതുക്കെ 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 രൂപപ്പെട്ട് വരികയാണ്. പാരമ്പര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ വീടുകളിലോ ഹോട്ടലുകളിലോ ഓഡിറ്റോറിയങ്ങളിലോ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയും ആ ഒരു കൾച്ചറും പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട്. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം. അപ്പോൾ ഇവിടെ പറയാണ്, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. തുടർന്നാണ് നമ്മൾ വിരുന്നിൻ്റെ ഉപമ വായിക്കുന്നത്. അവനോട് കൂടെ ഭക്ഷണത്തിരുന്ന ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പോൾ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഈ പ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറയാണ്, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ആളുകൾ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു. അപ്പോൾ യേശു ഒരു ഉപമ അവനോട് പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഉപമ പറയുന്ന സമയത്ത് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു അർത്ഥം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഉപമയുടെ അർത്ഥമൊക്കെ വളരെ നിഗൂഢമായതാണ്. ഉപമകളുടെ അർത്ഥം നിഗൂഢമാണെന്ന് പറയുന്ന കാരണം, നമ്മൾ ഉപമകളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടും കേട്ടും രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്. എന്നാൽ ശിഷ്യന്മാരോട് ഈ ഉപമകളുടെ അർത്ഥം വ്യാഖ്യാനിച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ആ വ്യാഖ്യാനം കേട്ടപ്പോഴാണ് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ യേശു ഉപമകളിലൂടെ സംസാരിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല, മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സദ്യ നടക്കുന്ന സമയത്ത് വിരുന്ന് നടക്കുമ്പോൾ ആരെ വിളിക്കണം, ആരെ വിളിക്കരുത് എന്നൊക്കെ പറയുന്നു. അത് കേട്ടുന്ന ഒരാൾ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ വിരുന്ന് ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് യേശു ഉപമ പറയും. ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കുന്നു, വളരെ പേരെ ക്ഷണിക്കുന്നു. അപ്പോൾ ഒരാൾ വലിയൊരു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു, ഒരുപാട് ആളുകളെ അതിലേക്ക് ക്ഷണിക്കുന്നു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. അപ്പോൾ സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ആളുകളെയൊക്കെ സമയമൊക്കെ കുറിച്ച് അറിയിച്ചെങ്കിലും ആരും വന്നില്ല. വരാതിരുന്നത് കൊണ്ട് സദ്യയിലെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഭൃത്യന്മാരെ, ഈ ക്ഷണിച്ച ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയുവാൻ തുടങ്ങി. ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വരികയല്ല ചെയ്തത്, വരാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ നിരത്തുകയാണ് ചെയ്തത്. നമ്മളെ ആരെങ്കിലും ഒരാൾ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അതിന് പോവുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യത, ക്ഷണത്തിന് പ്രത്യുത്തരം. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാതിരിക്കുന്നതിനുള്ള ഒഴിവ് കഴിവുകൾ നിരത്തുകയാണ്. ക്ഷണിച്ച സമയത്ത് വരുന്നില്ലെന്ന കാര്യം പറഞ്ഞില്ല, ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഭക്ഷണത്തിൻ്റെ സമയമായിട്ടും കാണാതെ വന്ന സമയത്ത് വിളിക്കാൻ ചെന്നപ്പോഴാണ് വരാതിരുന്ന ആളുകൾ കാരണങ്ങൾ പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. സാധാരണ നമുക്കൊരു ഭൂമി വാങ്ങുന്ന സമയത്ത് ആദ്യം ആ ഭൂമി പോയി കാണുന്നു, അതിൻ്റെ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്നു. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആധാരം, കീഴാധാരം, ഭാഗപത്രം, കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി അടച്ച കടലാസ്, കെട്ടിട നികുതി, കറണ്ട് കണക്ഷൻ, വാട്ടർ കണക്ഷൻ എന്ന് വേണ്ട 100,000 കടലാസുകൾ ശരിയായി. ഇത് കഴിഞ്ഞ് പോക്കുവരവ് നടത്തി BTR ശരിയാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ഭൂമി ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ട് വേണം ഒരു ഭൂമി വാങ്ങാൻ. അല്ലെങ്കിൽ ഭൂമിയുടെ ആധാരം കയ്യിലുണ്ടായിരിക്കും, ഭൂമിയുടെ യഥാർത്ഥ കൈവശാവകാശം ലഭിക്കുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നു, സദ്യ വിളിച്ച് സദ്യക്ക് ഭക്ഷണം കഴിക്കണം നേരമായിട്ട് പറഞ്ഞു, ഞാൻ വയൽ വാങ്ങി, ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ വയൽ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കാനുള്ളൊരു ന്യായീകരണം പറയുന്നു. എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നു, സദ്യക്ക് ക്ഷണിച്ചപ്പോൾ വരാൻ സൗകര്യം പറഞ്ഞില്ല, സദ്യയൊക്കെ തയ്യാറായി കാണാതെ വന്ന സമയത്ത് വിളിക്കാൻ പോകുന്ന സമയത്ത് പറയുന്നു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി, അല്ലെങ്കിൽ 10 കാളകളെ വാങ്ങി. ആ കാളകളെ വാങ്ങുന്നത് നിലം ഉഴവാനും നിലം തയ്യാറാക്കാനും കാർഷിക പ്രവൃത്തികൾക്കും വേണ്ടിയാണ്.
അതുകൊണ്ട് പറഞ്ഞു എന്താണ്, അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു. ഈ കാളകളുടെ കൃഷി ഉപയോഗത്തിന് ഇവയെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒഴിവ് കഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഒന്നാമത്തെ ആൾ പറഞ്ഞു നിലം വാങ്ങി കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകണം, അതിന് വരാൻ പറ്റില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് 3 പേർക്കും ഇത് ക്ഷണം സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന സമയത്ത് തന്നെ അസൗകര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. ഭക്ഷണത്തിന് കാണാതെ വന്ന സമയത്ത് വിളിക്കാൻ ചെല്ലുമ്പോഴാണ് ന്യായീകരണങ്ങളൊക്കെ പറയുന്നത്. അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചൊന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ ഇത്രയായ സമയത്ത് വിളിച്ച ആളുകൾ, ഒരാൾ നിലം കാണാൻ പോയി, ഒരാൾ കാളകളെ പരീക്ഷിക്കാൻ പോയി, ഒരാൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭക്ഷണം എല്ലാം തയ്യാറായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് യജമാനൻ, ഈ സദ്യ നടത്തുന്ന ആൾ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ ഇവരെ കൂട്ടിക്കൊണ്ടുവരിക. അതായത് കഴിവും യോഗ്യതയുള്ള ആളുകളെയൊക്കെ വിളിച്ചു, ആ വിളിച്ച ആളുകളൊന്നും വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി സദ്യയ്ക്ക് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക. ഈ 14-ാമത്തെ അധ്യായത്തിൽ തന്നെ യേശു ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ആരെയാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം നമ്മളിങ്ങനെ, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന യോഗ്യതയുള്ള ആളുകളെ ക്ഷണിച്ചു, അവർ ക്ഷണത്തിന് പ്രത്യുത്തരം നൽകിയില്ല. മാത്രമല്ല ഇപ്പോൾ വരാൻ സാധിക്കില്ല എന്ന് ഭൃത്യന്മാരയച്ച് പറയുകയും ചെയ്ത സമയത്ത് യേശു പറയുന്നു, ഈ ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനെ നീ കൽപ്പിച്ചു വരാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഈ കാറ്റഗറി ആളുകളെ, കുരുടർ, മുടന്തർ, വികലാംഗർ, ദരിദ്രർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ചു. എന്നിട്ടും ഒരുപാട് സ്ഥലം ബാക്കി. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴികളിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇടുങ്ങിയ വഴിയിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകാനാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, നീ പെരുവഴികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ പോലുള്ള ആളുകൾ വരുന്ന വലിയ മാർക്കറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുക, ഇടവഴികളിലും ചെല്ലുക, എൻ്റെ വീട് നിറയോളം ആളുകളെ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എൻ്റെ വീട്ടിൽ എന്തോരം ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ എന്തോരം സ്ഥലമുണ്ട്, അത് ഫുള്ളാവണ വരെ ആളുകളെ ഇങ്ങോട്ട് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ എന്നിട്ട് അവസാനം പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഉപമയാണ്. യേശു ഉപമകളിലൂടെ പറയുന്നതിൻ്റെ കാരണം ബൈബിൾ പറയുന്നുണ്ട്. കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടും കേട്ടും രക്ഷ പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്. എന്നാൽ ശിഷ്യന്മാരോട് ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വിത്തിൻ്റെ ഉപമ പറയുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരാൾ വിത്ത് വിതയ്ക്കുന്നു, ചിലത് വഴിയരികിൽ വീഴുന്നു, ചിലത് മുള്ളുകൾക്കിടയിൽ വീഴുന്നു, ചിലത് പാറപ്പുറത്ത് വീഴുന്നു, ചിലത് നല്ല വയലിൽ വീണു. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനി വിളവ് പുറപ്പെടുവിച്ചു. ഇത് പറഞ്ഞതിന് ശേഷം ആൾക്കൂട്ടത്തിനോടാണ് ഇത് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു ആ ഉപമയുടെ അർത്ഥം അവർക്ക്, ശിഷ്യന്മാർക്ക് മാത്രം വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് യേശു പറയുന്നുണ്ട്, പുറമേ ഉള്ളവർക്ക് ഉപമകളിലൂടെ ആണ് പറയുന്നത്, നിങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തെടുത്ത് പന്നികളുടെ മുന്നിൽ വിതറരുത്, അവ ചവിട്ടിക്കളയുമെന്നാണല്ലോ യേശു തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, ഈ വിവാഹ വിരുന്ന് എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ആത്മീയമായിട്ടുണ്ടാവും. എന്തെന്നാൽ 24-ാമത്തെ വാക്യം, ക്ഷണിക്കപ്പെട്ടതിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ആദ്യം യഹൂദരോട് സുവിശേഷം അറിയിക്കാനാണ്. മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കില്ല എന്നാണ് സീറോ ഫിനിഷ്യൻ സ്ത്രീയോട് യേശു പറയുന്നത്. അല്ലെങ്കിൽ യേശു പറയുന്നത്, ആദ്യം ഈ സുവിശേഷം യഹൂദന്മാർ കേൾക്കണം,
അവർക്കൊരു മനസാന്തരം ഉണ്ടാവണം. ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നത് യേശുവിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണിമാർ, നിയമജ്ഞർ, അല്ലെങ്കിൽ ഫരിസേയർ, സദുക്കായർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, ഇവരൊക്കെയാണ് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ. ഇവരോടാണ് യേശു സുവിശേഷം പ്രസംഗിക്കുന്നത്. അവരാരും യേശുവിനെ സ്വീകരിക്കുവാനോ യേശു പറയുന്ന സുവിശേഷം കേൾക്കുവാനോ അത് അവരുടെ ജീവിതത്തിൽ പകർത്തുവാനോ തയ്യാറാകുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടതിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ക്ഷണിക്കപ്പെട്ടവരാരും വിരുന്ന് ആസ്വദിക്കാത്തതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, വിളിച്ചു കഴിഞ്ഞ സമയത്ത് ഒരുവൻ നിലം നോക്കാൻ പോകുന്നു. ലോകത്തിൻ്റെ വ്യഗ്രതകളാണ് കാണിക്കുന്നത്. ഒരാൾ നിലം നോക്കാൻ പോകുന്നു, വയൽ വാങ്ങിയത് ആ വയൽ വാങ്ങാനായിട്ട് നോക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കാണാൻ പോകുന്നു. അടുത്തൊരാൾ കാളേനെ പരിശോധനയ്ക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കാൻ പോകുന്നു. മറ്റൊരാൾ പറയുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം ലൗകികമായ ഭൗതികമായ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും സുഖഭോഗങ്ങളെക്കുറിച്ചൊക്കെയാണ് പരാമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യേശു പറയുന്നു, ക്ഷണിക്കപ്പെട്ടവർ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കില്ല. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലെ സന്തോഷം അനുഭവിക്കാൻ ക്ഷണിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ യഹൂദരായിട്ടുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് പറയും. അതേസമയം എന്താണ്, യോഗ്യതയില്ലാത്ത ആളുകൾ, വിജാതീയരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ വിരുന്ന് ആസ്വദിക്കാൻ കഴിയുമെന്നും അവിടെ പറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വേറൊരു വേർഷനായിട്ടാണ് വിവാഹ വിരുന്നിൻ്റെ ഉപമ എന്ന് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒന്നും കൂടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് പറഞ്ഞത്. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിനെ സദൃശ്യം. ഇവിടെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നു, പുത്രനെ കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവം, പുത്രനായ യേശു, കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന ആ ഒരു ആശയമാണ് വെളിപാട് പുസ്തകത്തിൽ വരുന്ന ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ ഭൃത്യന്മാരെ അയച്ചു. അവർ വിസമ്മതിച്ചു. അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചു. വിളിക്കാൻ പോയ ആളുകളുടെ കുഴപ്പമാണെന്ന് വെച്ചിട്ട് വേറൊരു സെറ്റ് ആളുകളെ അയച്ചു. വിവാഹ വിരുന്ന് സജ്ജമായിരിക്കുന്നു, കാളകളെയും കൊഴുത്തമൃഗങ്ങളെയും കൊന്നെല്ലാം തയ്യാറാക്കി വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവർ പറയും. ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും ഒരുവൻ വ്യാപാരത്തിനും പോയി കഴിഞ്ഞു. മറ്റൊരുവൻ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ കേട്ടതിനേക്കാൾ വളരെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ വയൽ കാണാൻ പോയി, കാളയെ പരീക്ഷിക്കാൻ പോയി, വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത്, ഒരുത്തൻ വയലിലേക്ക് പോകുന്നു, വേറൊരുത്തൻ വ്യാപാരത്തിന് കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പോകുന്നു. വേറൊരുത്തൻ ചെയ്തത് ഭൃത്യന്മാരെ ഈ ക്ഷണിക്കാൻ വന്ന ആളെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം അറിയിക്കാൻ വരുന്ന ആളുകളെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, അപ്പസ്തോലന്മാരെ ഒക്കെ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ വിവാഹ വിരുന്നിന് ക്ഷണിക്കാൻ വന്നവരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണിത്. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് കൊലപാതകികളെ നശിപ്പിച്ച് ഇവിടെ നഗരം അഗ്നിക്കിരയാക്കി. അവൻ ആ ഭൃത്യന്മാരോട് വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ആളുകൾ അയോഗ്യരായി കഴിഞ്ഞതുകൊണ്ട് വഴിക്കവലകളിൽ ചെന്ന് കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവേ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചു കൂട്ടി. വഴിയിൽ നിൽക്കുന്ന ആളുകളെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് പോയി വിളിച്ച സമയത്ത് നല്ല ആളുകളെ മോശം ആളുകളെയൊക്കെ വിളിച്ചു. എന്ന് വെച്ചാൽ ഓഡിറ്റോറിയം നിറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അതിഥികളെ കാണാൻ രാജാവ് വരുന്ന വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. വായിക്കുന്ന സമയത്ത് അതിൻ്റെ അക്ഷരികമായ അർത്ഥത്തിലേക്ക് പോയതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളി എന്ന് പറഞ്ഞ പിതാവായ ദൈവം മക്കളെ കാണാനായിട്ട് കടന്നു വരുന്ന സമയത്ത് വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും വഴിയിൽ ചെന്ന് കല്യാണ ഹാള് ഫില്ല് ചെയ്യാൻ വേണ്ടി വഴിയിൽ കാണുന്ന ആളുകളൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. വഴിയിലുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. ആ കഴിക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും വഴി നിൽക്കുന്ന ഒരു തെരുവിലെ യാചകനെയാണ് കൊണ്ടുവരുന്നത്. അവൻ യാചകൻ്റെ വസ്ത്രത്തിൽ തന്നെയായിരിക്കും വരിക. ഇതിൻ്റെ ആത്മീയ വശങ്ങളിലേക്കും ഉപമയുടെ വ്യാഖ്യാനത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വിവാഹ വിരുന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ വിവാഹം വെളിപാട് പുസ്തകത്തിൽ പറയുന്ന വിവാഹമാണ്. ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വരുമ്പോൾ യോഗ്യതയോടെ വസ്ത്രം ധരിച്ച് വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള വിശുദ്ധ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് വരണ്ടായിരിക്കും. അത് ആളെ കാണും. വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവനുമാലും അപ്പോൾ രാജാവ് പരിചയരോട് വന്ന് അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് എറിയുക, അല്ലെങ്കിൽ ഒരുക്കമില്ലാതെ കടന്നു വന്ന ആളുകളെ നരകത്തിലേക്ക് അയക്കുന്നു. അവിടെ വിലാപവും പല്ലുകടിയും മരിക്കും എന്ന് പറയുന്ന നരകത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നതാണ്. അന്ധകാരം, വിലാപം, പല്ലുകടി.
ഇതിൻ്റെ അവസാനം പറയുന്നതാണ്, വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്ന ഈ ഒരു ക്ഷണമുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാൻ നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ട് നമ്മളതിന് പ്രത്യുത്തരം കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പറയുന്നു, വിളിക്കപ്പെട്ടവർ വളരെ, എല്ലാവർക്കും പൊതുവായി ഒരു ക്ഷണം കിട്ടുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കം. നമ്മുടെ മനസ്സിൽ ഈ ദൈവവചനം ആഴങ്ങളിൽ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ വിവാഹം, സഭ എന്ന മണവാട്ടിയും ക്രിസ്തു എന്ന രക്ഷകനുമായിട്ടുള്ള വിവാഹം യേശുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നു. രണ്ടാമത്തെ വരവിൽ അന്ത്യവിധിക്ക് ശേഷം നല്ലവരെ വലംഭാഗത്തോട് ചേർത്ത് നിർത്തുന്നു. ആ നല്ലവരെ വലംഭാഗത്തോട് ചേർത്ത് നിർത്തുന്ന സമയത്ത് ആ നല്ലവരോടൊപ്പം ആയിരിക്കുവാനും യേശുവിനോടൊപ്പം പിതാവായ ദൈവത്തിങ്കിൽ എത്തുവാനും പിതാവിൻ്റെ ഭവനത്തിൽ യേശു ഒരുക്കിയിരിക്കുന്ന അനേകം വാസസ്ഥലങ്ങളിൽ വാസമർപ്പിക്കുന്നതിനും നിത്യമായ ആനന്ദം അനുഭവിക്കാനും നിത്യമായ സന്തോഷം അനുഭവിക്കാനും നിത്യജീവൻ ആസ്വദിക്കാനുമുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിവാഹ വിരുന്നിൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 24 വരെ വാക്യങ്ങളിലുമായിട്ടുള്ള വിവാഹ വിരുന്നിൻ്റെ ഉപമ വായിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ ഉപമയുടെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒരു വിവാഹ വിരുന്ന് സൽക്കാരം നടക്കുന്ന സമയത്ത് ആരെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയുള്ളവരെയാണ് വിളിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാനും ആത്മീയമായും ഭൗതികമായ കാര്യങ്ങളിലൂടെ കാഴ്ചപ്പാടിലൂടെ കാണുന്നതിനും നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നതിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുകയെന്ന് എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വസ്ത്രം ധരിച്ച് വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാൻ എന്നെ അങ്ങയുടെ മഹാകൃപയാൽ എന്നെ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവമേ, ഞങ്ങളങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.